നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഭാരതത്തിന്റെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലിനോട് താൽപര്യം പ്രകടിപ്പിച്ച് 15-ലേറെ രാജ്യങ്ങൾ. ബ്രഹ്മോസ് ലക്നൌവിൽ നിർമ്മിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ബ്രഹ്മോസിന്റെ കരുത്ത് ലോകം അറിഞ്ഞിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബ്രഹ്മോസിന്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ കരുത്ത് ലോകം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ അസർബൈജാനിലൊരു പരിപാടി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ ബ്രഹ്മോസിൻ്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും പാകിസ്ഥാൻ തന്നെയാണ് ബ്രഹ്മോസ് എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളോട് തുറന്നു പറഞ്ഞത്. ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പാണ് റാവൽപിണ്ടിയിലെ വ്യോമതാവളം ഭാരതത്തിന് ആക്രമിക്കാൻ കഴിഞ്ഞത്. അത് സാധ്യമായത് ഈ ബ്രഹ്മോസ് മിസൈലിലൂടെയാണ്. ആ ബ്രഹ്മോസിനായിട്ട് ഇപ്പോൾ 15-ലധികം രാജ്യങ്ങളാണ് ഇപ്പോൾ ഭാരതത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ബ്രഹ്മോസ് ഇതിനോടകം തന്നെ ഫിലിപ്പൈൻസിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പൂർണ്ണ വിജയം ആണ് അതിന് പിന്നിൽ എന്ന് വേണം വിലയിരുത്തുവാൻ വേണ്ടി. നേരത്തെ തന്നെ ബ്രഹ്മോസ് ആരാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മോസ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ 9 കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചത് അത് ബ്രഹ്മോസിൻ്റെ ഗുണം കൂടിയാണ്, അല്ലെങ്കിൽ ബ്രഹ്മോസിൻ്റെ ബലം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുഖോയ് 30-ൽ നിന്നും വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈലുകളാണ് റാവൽപിണ്ടിയിലെ എയർബേസിലെ റൺവേ അടക്കം തകർത്ത് റൺവേയിൽ വലിയൊരു കുളത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇതിൽ പ്രധാനമായി പാകിസ്ഥാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പേ ആയിരുന്നു ഇത്തരം ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി നിമിഷങ്ങൾ പോലും ലഭിച്ചില്ല. ഇത്തരം സാഹചര്യം പാകിസ്ഥാൻ തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതൊരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക വിഭാഗം ഇതിനെ നിഷേധിച്ചെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടം ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പല വേദികളിലും ഈ ബ്രഹ്മോസിനെ പറ്റി തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. അതായത് ഭാരതം ആക്രമണം നടത്തിയപ്പോൾ അതിൽ പ്രധാനമായും ഭാരതത്തിൻ്റെ ആവനാഴിയിൽ നിന്നും ഉപയോഗിച്ച അസ്ത്രങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മോസ് തന്നെയായിരുന്നു. ആ ബ്രഹ്മോസിൻ്റെ ഗുണഗണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് പാകിസ്ഥാൻ തന്നെ ഇതിനോടകം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് 15-ലധികം രാജ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിന് മുന്നിൽ ബ്രഹ്മോസ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ബ്രഹ്മോസിന് പ്രത്യേക ഒരു യൂണിറ്റ് ലക്നൌവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചിരുന്നു. അവിടെ പുതുതായി കൂടുതൽ ബ്രഹ്മോസുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് ആവശ്യമായ ബ്രഹ്മോസിൻ്റെ നിർമ്മാണം അത് ഭാരതത്തിൽ തന്നെ നിർവഹിച്ചുകൊണ്ട് DRDO, നമുക്കറിയാം ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഈ ബ്രഹ്മോസിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്കും DRDO ആണ് നേതൃത്വം നൽകിയിരുന്നത്. DRDOയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ലക്നൌവിൽ ആരംഭിച്ച പുതിയ യൂണിറ്റിൽ കൂടുതൽ ബ്രഹ്മോസ് യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നിലവിലിപ്പോൾ ഭാരതമുള്ളത്. രാഖി.